കർത്താവായ ദൈവമേ, അസ്ഥിവേദനയിലിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ക്യാൻസർ ഉൾപ്പെടെ പലതരത്തിലുള്ള മുഴകളുള്ളവരെ സ്പർശിക്കുന്നതിനായി കർത്താവേ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. സ്പോണ്ടിലോസിസിന്റെ അസുഖങ്ങൾ, തൈറോയിഡ് രോഗങ്ങളാണ്, ടോൺസിൽ രോഗങ്ങൾ, കഴുത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി കഴുത്തിൽ സ്പർശിക്കുക. കഴുത്ത് രോഗമുള്ളവർ കഴുത്തിൽ സ്പർശിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കഴുത്ത് രോഗമില്ലാത്തവരെ നിങ്ങളുടെ ബന്ധുക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ പോലും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കഴുത്തിന് അസുഖമുള്ള എല്ലാവരെയും ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തണമേ. അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ രോഗമുള്ള കഴുത്തുകളെ സ്പർശിക്കണമേ. കർത്താവേ സുഖപ്പെടുത്തണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. രോഗികള്, PCOD രോഗികളാണ്, അണ്ഡാശയത്തിലെ കുരുക്കളുള്ളവര്, മറ്റു ജനിതകമായ തകരാറുകളുള്ളവര്, എവിടെ ആയിരുന്നാലും ഈ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്നവര് ഒക്കെ ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉദര രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, കുടൽ രോഗങ്ങള്, എല്ലാം ഇപ്പോഴങ്ങ് സ്പർശിക്കണം. ഈശോയെ അണിപ്പെടുതാണെന്ന വിശുദ്ധമായ രോഗങ്ങളെ സ്പർശിക്കണമേ. സുഖപ്പെടുത്തണമേ. പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ മഹത്വം, മഹത്വം, യേശുവേ മഹത്വം, 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 യേശുവേ, യേശുവേ. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. ഹൃദയ രോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. കരൾ രോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. കർത്താവെ, തിരുവിലാവിൽ മുറിവിലെ ചോര കൊണ്ട് അന്തൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയവനെ ദിവ്യമുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ ശ്വാസകോശ രോഗികളുടെ മേലെല്ലാം അങ്ങ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടുവിനെ കൈവെക്കട്ടെ. നടുവിൻ്റെ പ്രദേശങ്ങൾ കൈവെക്കട്ടെ. എവിടെയെല്ലാമാണ് രോഗികളുള്ളത്, നിങ്ങൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ മേഖലയെല്ലാം നിങ്ങൾ ഈശോയുടെ നാമത്തിൽ കൈവെക്കുക. എവിടെയെല്ലാം പാൻക്രിയാസ് ആയാലും ശരി, ശിരസിൻ്റെ വേദന, തലവേദനയായാലും ശരി, പിൻകഴുത്തിലെ വേദനയാണ് ശരി, പക്കിൻ്റെ അസുഖവും നീറിറങ്ങി വീഴുന്ന അസുഖമായാലും ശരി, എവിടെയൊക്കെയാണ് നിനക്ക് വേദനയുള്ളത് അവിടെയെല്ലാം ഈശോനാമത്തിൽ കൈവെക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വാതരോഗികളെ സ്പർശിക്കണമേ. പാൻക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ. കിഡ്നി കല്ലുള്ളവരെ, സിസ്റ്റുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. കിഡ്നി ചുരുക്കക്കാരെ സ്പർശിക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ നടുവേദനക്കാരെ സ്പർശിക്കണമേ. അപരിചിത രോഗങ്ങള്, അപൂർവ രോഗങ്ങള് ഈ നിമിഷം മാതാവിന്റെ മധ്യസ്ഥതയിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡേറ്റ് ഇട്ടിരിക്കുന്നവരെ ആ ഡേറ്റിനുള്ളിൽ സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ മാനഹാനിയും മഹാസങ്കടങ്ങളും സംഭവിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കർത്താവേ, ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ, മഹത്വം. യേശുവേ, 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 ഈശോയേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, മഹത്വം, യേശുവേ മഹത്വം. നിങ്ങൾക്കറിയാമല്ലോ, ഒത്തിരിയേറെ അഭ്യസ്യ വിദ്യർക്ക് വലിയ അഭയസ്ഥാനമാണ് അമ്മ സന്നിധാനം. ഒരു കുഞ്ഞു പോയി രക്ഷപ്പെട്ട ആ കുടുംബം മൊത്തം രക്ഷപ്പെടും. അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ നശിച്ചും പോകും, സാമ്പത്തികമായ കടങ്ങളാല്. അതുകൊണ്ട് മക്കൾ പോയി രക്ഷപ്പെടാൻ വേണ്ടി സ്തുതിക്കാൻ പോകും. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ, പഠിച്ചിട്ട് ജോലിയില്ലാത്ത മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ, പരീക്ഷകളെ സമർപ്പിക്കുന്നു ഈശോയെ. വീണ്ടും നിങ്ങൾ ഈശോന്റെ അടുത്ത് വരുന്നത് വരെയുള്ള സമയങ്ങളിൽ നടക്കുന്ന എല്ലാ ടെസ്റ്റുകളും ഇൻ്റർവ്യൂകൾ നമുക്ക് കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്നു. മാതാപിതാക്കന്മാരും ഈ സമയത്ത് ശ്രദ്ധിച്ച് മക്കളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ടതാണ്. ജോലി സംബന്ധമായ യാത്രകൾ, PR, എമിഗ്രേഷൻ, വിസ, പാസ്പോർട്ട്, സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള രേഖകൾക്ക് വേണ്ടിയുള്ള എല്ലാ അലച്ചിലുകളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് സന്തോഷിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ജീവിത പങ്കാളികളുടെ സംശയ രോഗങ്ങള് മാനസികമായി അകന്നിട്ട് ഡൈവേഴ്സിന് വേണ്ടി ആലോചിക്കുന്നവര് ശ്രമിക്കുന്നവര് വിവാഹം ഒത്തുവരാത്തവര് കർത്താവേ ജപ്തി നടപടി നേരിടുന്നവര് സാമ്പത്തിക ബാധ്യതകളാല് അയൽവാസികളിൽ നിന്ന് സമാധാനമില്ലാത്തവര് ജോലി സ്ഥലങ്ങളിൽ സമാധാനമില്ലാത്തവര് പല ശത്രുദോഷങ്ങളിൽ നിന്ന് സമാധാനമില്ലാത്തവര് പരിശുദ്ധ അമ്മ വഴി ആ കുടുംബങ്ങളെ ആ വ്യക്തികളെ ആരാധനയ്ക്ക് സമർപ്പിക്കുന്ന ഈശോയെ. മറ്റ് ആന്തരിക അവയവങ്ങളിലോ ഉണ്ടാകാം. ചിലപ്പോൾ ബ്ലീഡിങ് വന്നിട്ട് ഇങ്ങനെ മാസങ്ങളോ ദിവസങ്ങളോളം നിൽക്കുന്നവരുണ്ടാകാം. അവിടെയെല്ലാം സൗഖ്യത്തിനായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏത് തരത്തിലുള്ള മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്നവരുണ്ടാകാം, കർണത്തിൽ നിന്ന് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ടാകാം, വായിൽ നിന്ന് ബ്ലഡ് വരുന്നവരുണ്ടാകാം, പലതരത്തിലുള്ള സ്വെല്ലിംഗ് ഉണ്ടാകുന്ന എല്ലാ സ്രാവങ്ങളുടെ മേലും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സർവ്വവിധ സ്രാവങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം നിന്ന് പോകട്ടെ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. മക്കളെ, നമ്മൾ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള സമയങ്ങൾ നിങ്ങൾ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത് അനുഗ്രഹത്തിലേക്കുള്ള സമയം കുറക്കുമെന്നാണ് അച്ഛൻ്റെ വർഷങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ. അതായത് അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരേണ്ട ആ സമയങ്ങളിൽ നമ്മൾക്ക് സംഭവിക്കുന്ന വിഷയങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് എന്തിനാണെന്നറിയാവോ? ഇൻ കേസ് മഴ വരികയാണെങ്കിൽ ആ മഴ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരെല്ലാം എഴുന്നേൽക്കുക. ഇൻ കേസ് മഴ വരികയാണെങ്കിൽ, വർഷമാണ്, നമുക്കെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഇൻ കേസ് മഴ വന്ന് അവർക്കോട്ട് നിൽക്കാൻ പറ്റാത്ത എന്താ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ഉടമ്പടിയുടെ ആത്മാവ് എന്താണ്? അവൻ പറയണത് പോലെ അതാണ് സംഭവം. ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് 5, ഇപ്പം യോഹന്നാൻ 2:5 അതിൻ്റെ മർമ്മം അല്ലേ? അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പം നമ്മൾ അമ്മയോട്
അമ്മ വഴി ഈശോയോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താണ്? ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാം. അതിന് ഞങ്ങൾ നിങ്ങൾക്ക് മാതൃകയായിട്ട് കുറച്ച് വചനങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഇപ്പോൾ ഉടമ്പടി 1 കൊല്ലം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം ചേഞ്ച് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം 3 മാസം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നുള്ള വചനം നടപ്പിൽ വരുത്തി അവൻ പറയണത് പോലെ നിങ്ങൾ ചെയ്ത് അവിടുത്തെ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കർത്താവിൻ്റെ, നമ്മളെ സംബന്ധിച്ചുള്ള എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ വചനം ചെയ്താൽ മതിയല്ലോ. അത് ഒരു വചനം നമ്മളൊരു മാസം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം. അടുത്ത 3 മാസത്തേക്ക് നിങ്ങൾ പറയും കർത്താവിൻ്റെ വേറൊരു വചനം പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അതാവൻ പറഞ്ഞതല്ലേ? അപ്പോൾ സ്വയം പരിത്യജിക്കുക. അപ്പോൾ അത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് 16:16. ഇപ്പോൾ നമ്മൾ അടുത്ത 3 മാസം ആത്മീയ അഭ്യാസമായിട്ട് സുവിശേഷ സാക്ഷ്യമായിട്ട് മത്തായി 16:16 ചെയ്യുന്നു. എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ കുരിശെടുക്കാൻ വേണ്ടി നമ്മൾ 3 മാസത്തേക്ക് തീരുമാനിക്കും. നമുക്ക് പല കുരിശുണ്ട്. എല്ലാ കുരിശുകളും ആരുടെ നാമത്തിൽ നമ്മൾ എടുക്കണത്? ഈശോയുടെ നാമത്തിലാണ് എടുക്കുന്നത്. അതാകുമ്പോൾ പിന്നെ കുറച്ച് എളുപ്പമാവും. എല്ലാ കുരിശിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കൃപയാണുള്ളത്. അത് യേശു നാമത്തിൽ എടുക്കുമ്പോഴാണത് കൃപ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ കുരിശിനും കൃപയുണ്ട്. പക്ഷേ ആ കൃപ നമുക്ക് ഡെലിവറി ചെയ്യിക്കാനുള്ള ടെക്നിക്കാണ്, പാസ്വേഡാണ് ഈശോയുടെ നാമം എന്ന് പറയണത്. എല്ലാ കുരിശിലും ദൈവം കൃപ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പാസ്വേഡ് എന്താണ്? ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ നാമമാണ്. അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ ഇപ്പം നിൻ്റെ മുതുകത്തൊരു കുരു വന്നെന്ന് വിചാരിച്ചോ, സിമ്പിൾ തിങ്. അപ്പോൾ എന്നാ സംഭവിക്കാൻ പോണത്? നിനക്ക് നല്ല ഷർട്ട് ഇട്ടുണ്ടോ അല്ല ബ്ലൗസ് ഇട്ടുണ്ടോ പുറത്ത് പോകാൻ തോന്നുവാ? കുരു പൊട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ നല്ല ഷർട്ട് പഴുപ്പ് വരും. അപ്പോൾ പിന്നെ നീ എന്ത് ചെയ്യും? പുറത്ത് പോകാൻ നേരത്തെ നിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുകൊണ്ട് പോരും നീ. എന്താ കാര്യം? ഈ പണ്ടാരം എങ്ങനെ പൊട്ടുകയാണെങ്കിൽ എൻ്റെ നല്ല ഉടുപ്പ് പോകത്തല്ലേ? അപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് നല്ല ഉടുപ്പിടാനുള്ള ആഗ്രഹം പോയി. അത് പരിത്യാഗമായി. അവിടെ പറഞ്ഞ മനസ്സിലായില്ലേ? അത് പരിത്യാഗമായി. അതാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പം നമ്മൾ ആ നല്ല ഉടുപ്പ് എങ്ങനെ മുതുകത്തെ കുരു പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ പഴുപ്പും ചിലവും നല്ല ഉടുപ്പ് വന്നാൽ അത് നല്ല ഉടുപ്പ് നഷ്ടപ്പെടത്തില്ലേ? അതുകൊണ്ട് ഞാൻ കല്യാണത്തിലാണെങ്കിലും മോശം ഉടുപ്പിട്ടാണ് പോണത്. ഇതെവിടെയാണ്? കർത്താവ് ഇത് അനുവദിക്കുന്നവരെ ഞാനിത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ എന്നാ പറ്റേണ്ടത്? എൻ്റെ അഭിമാനം പോകും. മൊത്തം പോകത്തില്ല. എൻ്റെ ആ നിലവാരത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ചെറിയൊരു കുറച്ചിൽ. കാര്യം എനിക്ക് നല്ല ഉടുപ്പുണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു ചെറിയ ഈടൽ. അപ്പോൾ എന്താ പറ്റണത്? അപ്പോഴും നമ്മൾ ഫിലിപ്പ് 2:7 വർക്കൗട്ട് ചെയ്യും. എന്താ? അതും കർത്താവാണ്. പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഫിലിപ്പ് 2:7 വർക്കൗട്ട് ചെയ്യും. അവിടെ എന്തുണ്ട്? പരിത്യാഗമുണ്ട് ഇല്ലേ? അപ്പോൾ ഞാൻ കർത്താവിനോട് പറയാം, കർത്താവേ എൻ്റെ മുതുകത്തുള്ള കുരു നീ എടുത്ത് മാറ്റുന്നത് വരെ ഞാൻ ഈ മോശം ഉടുപ്പിട്ടുകൊണ്ടാണ്, എനിക്ക് നല്ല ഉടുപ്പുണ്ട്, ഞാൻ മോശം ഉടുപ്പിട്ടുകൊണ്ട് പോണത്. അതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡേർഡിന് അല്പം കുറവിപ്പോൾ കൂട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫിലിപ്പ് 2:7 അനുസരിച്ച് കൊണ്ട് നീയാണ് നിൻ്റെ സ്റ്റാൻഡേർഡ് കളഞ്ഞ ആൾ. നീ പകർത്തിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമാനത നീ മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. നീ ദാസനായി നിന്നെ തന്നെ താഴ്ത്തി. അപ്പം നിൻ്റെ താഴ്മ, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ താഴ്ത്തിയത് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ ഞാൻ താഴുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരാവും? നമ്മൾ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാണ് ജീവിക്കുന്നത്. അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ വിഷയങ്ങളും ഇതുപോലെയാണ്, എല്ലാ വിഷയങ്ങളും. ഇപ്പം നമുക്ക് ഓരോരോ മാസം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലിരിക്കുക. ഉടമ്പടിയിലിരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? കർത്താവിനെ ഇങ്ങനെ സാക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴും ദൈവത്തിന് മനസ്സിലാകും നമ്മൾ സിൻസിയറാണെന്ന്, ഇല്ലേ? സിൻസിയറാണെന്ന്. അങ്ങനെ സിൻസിയറാണെന്ന് വന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നൊരു വചനമില്ലേ? ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോഴും നിൻ്റെ വിഷയം ഏത് രീതിയിലും ചെയ്യാൻ ദൈവത്തിന് സാധ്യമാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളു, ഇന്ന വഴി എന്നൊക്കെ ഉള്ളു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരിയേറെ വഴികളുണ്ട് ശരിക്കും. അപ്പം നിൻ്റെ കടമാണ്. അപ്പം നിൻ്റെ കടം നിൻ്റെ മുമ്പിലുള്ള വഴി എന്താ? സ്ഥലം വിൽക്കുകയാണ് നിൻ്റെ വഴി. അപ്പം സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ സ്ഥലം വിൽക്കാതെ തന്നെ നിൻ്റെ കടങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാധ്യതകളിലാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈശോ പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറയണ എവിടെ വെച്ചാ? പൂങ്കാവനത്തിൽ വെച്ചാ. പൂങ്കാവനത്തിൽ ചോര വിയർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. നീ നിൻ്റെ മക്കളെ പ്രതിയായാലും വീടിനെ പ്രതിയായാലും കടത്തെ പ്രതിയായാലും നിൻ്റെ ആരോഗ്യത്തെ പ്രതിയായാലും ചോര വിയർക്കുമ്പോൾ ദൈവത്തോട് പറയാൻ പറ്റിയ വാക്കാണ് എന്താണ്? പിതാവേ അങ്ങക്കെല്ലാം സാധ്യമാണെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, യേശുവേ മഹത്വം. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും അനുഗ്രഹത്തിൻ്റെയൊക്കെയുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം എന്താണ്? അനുഗ്രഹത്തിലേക്കുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? വചനം ചേഞ്ച് ചെയ്ത് അവൻ പറഞ്ഞ ഓരോ വചനങ്ങളും എടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുക. ലഭ്യമായ കുരിശിൻ്റെ സാഹചര്യങ്ങളെ മത്തായി 16:16 അനുസരിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെ എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് നമ്മളതിനെ പ്രാവർത്തികമാക്കുന്നതാണ് ഒന്നാമത്തെ വഴി. അനുഗ്രഹത്തിലേക്കുള്ള രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത്, എൻ്റെ മക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവേ ഏതറ്റം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. വിശ്വാസമല്ല അച്ഛൻ പറയണത്, ദൈവ സ്നേഹം. ഒന്ന് പറഞ്ഞേ, കർത്താവേ, കർത്താവേ സഹനത്തിൻ്റെ ഏതറ്റം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പക്ഷെ ദൈവസ്നേഹം കെട്ടുപോകും. അതൊരു സീരിയസ് വിഷയമാണ്, ഡേഞ്ചറസ് സബ്ജക്റ്റ്, അപകടകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഒരു വിളക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, നമ്മൾ കാറ്റത്ത് കൊണ്ടുപോകുമ്പോൾ കൈപിടിച്ചല്ലേ കൊണ്ടുപോകണത്. അതുപോലെ ദൈവസ്നേഹത്തിന് എപ്പോഴും ഒരു കൈപിടുത്തം നല്ലതാണ്. ഒരു തടക്കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം ദൈവസ്നേഹം. എന്നിട്ട് ഇടയ്ക്ക് നിങ്ങളത് പറയുകയും ചെയ്യണം. ഇതിന് ഏറ്റവും നല്ലത് പരിശുദ്ധാത്മാവിന് പ്രിയവധുവായിരിക്കണം. പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ട് വർത്തിക്കാൻ തിരുക്കുമാണ്ട് അപേക്ഷിക്കും. ഈ സുഹൃത ജപം നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ രോഗം വന്നു, അല്ലെങ്കിൽ കടക്കാർ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞ് പെട്ടെന്ന് കെട്ടുപോണത് ദൈവസ്നേഹം എന്നുള്ള വിളക്കാണ് കെട്ടുപോണത്. വിശ്വാസം നിൽക്കും, കുറച്ചുകൂടി പ്രത്യാശയൊക്കെ നിൽക്കും. സ്നേഹത്തിൻ്റെ വിളക്ക് പെട്ടെന്ന് കെട്ടുപോകും. ഇത് കെട്ടുപോകാതിരിക്കാനുള്ള മാർഗം എന്താണ്? അമ്മയുടെ ഒരു കൈ
തടവെക്കണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കണത്? പരിശുദ്ധാത്മാവിനെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രിയവധുവായിരിക്കണ പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഇതാകുമ്പോഴൊരു ഗുണം എന്താ അറിയാം? നിങ്ങൾക്ക് അറിയാവുന്ന പ്രെയറാണിത്. ഇടക്കും തലക്കും ഒന്ന് ബോധപൂർവം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രാർത്ഥിക്കണ്ടേ നമ്മൾ, അല്ലേ? അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താ? ഓർമ്മയാണ്. വിശ്വാസം, പ്രത്യാസ്നേഹമൊന്നുമല്ല. ആദ്യം വേണ്ടത് എന്താ? ഓർമ്മ. പരിശുദ്ധാത്മാവാണ് ഓർമ്മയുടെ ആള്, ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനോട് തന്നെ പറയണം, പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ എന്നെ. കാര്യം നമ്മൾ വെറുതെ വേണമെങ്കിൽ കുറേ നേരം ഇരുന്നോളും, പക്ഷെ അപ്പോഴും പ്രാർത്ഥിക്കത്തില്ല. അത് ഇതും ചിന്തിച്ച് സങ്കടപ്പെട്ടോ അല്ലെ വെറുതെ സന്തോഷിച്ചൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കും, അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ ഓർമ്മ വേണം, നമ്മളെ ഇങ്ങനെ കൊട്ടി ഓർപ്പിക്കണം, ഇല്ലേ? അത് വലിയ സീരിയസ് വിഷയമാണ്. നമ്മളെ പലരും ആധ്യാത്മികമായ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നത് ഓർമ്മിക്കാൻ ആരുമില്ലാത്ത കൊണ്ടാണ്. ആധ്യാത്മികമായിട്ട് നമ്മളെ നല്ല സ്വത്തുകാരാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്, പക്ഷേ നമ്മൾ സ്വത്തുകാരാകത്തില്ല, ദാരിദ്ര്യം പിടിച്ചിരിക്കും. എന്താ കാര്യം? തക്ക സമയത്ത് ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇല്ല. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ പരിശുദ്ധാത്മാവേ, ദൈവമായ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ അനുസ്മരിപ്പിക്കണമേ. 14:26 യോഹന്നാന്റെ സുവിശേഷത്തില് ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ PSC നേഴ്സിങ്ങിൻ്റെ ടെസ്റ്റ് ക്വാളിഫർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം പല നേഴ്സുമാർക്കും PSC പരീക്ഷ എഴുതാൻ ഒത്തില്ലല്ല. എന്താ എഴുതാൻ ഒക്കാതെ വന്നത്? അവർക്ക് ഡേറ്റ് ഓർത്തില്ല. അതാണ് PSCയുടെ ക്വാളിഫർ ചെയ്ത ഡേറ്റ്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഓർത്തില്ല. ചെയ്യാമെന്ന് പറഞ്ഞാൽ മറന്നുപോയി. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആര് റിജക്റ്റഡ് ആവും. ഇതന്നെ പരിശുദ്ധാത്മാവിന് സംഭവിക്കണത്. ഒരു കാര്യങ്ങളും മറന്നു പോയാൽ എല്ലാം തീർന്നു, ഇല്ലേ? അപ്പം അത് ഓർപ്പിക്കണതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. അതാണ് 14:26 ഈശോ കൃത്യമായിട്ട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ചിട്ടുള്ള അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. കൈ നെറ്റിച്ച് വെച്ച് പ്രാർത്ഥിച്ചേ. നല്ലവണ്ണം പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ നടക്കേണ്ട വഴികളും ചെയ്യേണ്ട കാര്യങ്ങളും പ്രാർത്ഥനയുടെ സമയങ്ങളും ആത്മാവിന്റെ നിറവിൽ എന്നെ അനുസ്മരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഓർമ്മശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹത്തോടെ ചെയ്യണം. ഇപ്പം നമ്മൾ ഉടമ്പടിയിലിരിക്കുന്നവരല്ലേ? അപ്പോൾ ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ഇരിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെന്നാ ചെയ്യണത്? എന്നാ ചെയ്താലും, ഒരു കയ്യാല കെട്ടിയാലും ശരി, അവിടെ എല്ലാം ദൈവത്തെ ഓർക്കണം. സ്നേഹത്തോടെ ചെയ്യണം. ഒരു പരീക്ഷ എഴുതിയാലും പഠിച്ചാലും അതും ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചെയ്യണം. ഈ വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ വൈദികർ അണിയുമ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാവുക? ആ വസ്ത്രത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് സമർപ്പിച്ചിട്ടൊരു കുരിശൊക്കെ ഇട്ടിട്ടാണ് ആ പ്രാർത്ഥന ഉടുപ്പെടുത്തിയിടുന്നത്. എല്ലാ സഭകളിലും ഉണ്ട് ആ പാരമ്പര്യം. വർഷങ്ങളായിട്ട് 2000 കൊല്ലം നിലനിൽക്കുന്ന പാരമ്പര്യമാണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് വിശുദ്ധ വസ്ത്രം മാത്രമല്ല, എന്തും ചെയ്യുമ്പോൾ നിങ്ങൾ സാരി എടുത്ത് കൊടുത്താലും ഷർട്ട് എടുത്തിട്ടാലും ഒക്കെ ഒരു ഓർമ്മ. എൻ്റെ മക്കളെ, അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വിവരം മാറും. കാര്യം ദൈവത്തിന് ആളപ്പിടി കിട്ടും. എൻ്റെ മകളാണെന്ന് തോന്നും, എൻ്റെ മകനാണെന്ന് തോന്നും. കാര്യം എന്താണ്? എന്തും ഏതും ചോദിച്ചും പറഞ്ഞും
സമർപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലെവൽ അങ്ങോട്ട് മാറിപ്പോകും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, അങ്ങയുടെ മകൻ, അങ്ങയുടെ മകൾ എന്ന രീതിയിൽ ആത്മബന്ധത്തോടെ അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് അങ്ങേ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ എനിക്ക് പ്രത്യേക കൃപ തരണം. ഇതൊരാളിന്റെ പേരെന്താണെന്ന് അറിയാവോ? മാർത്ത. എല്ലാം സ്നേഹത്തോടെ ചെയ്ത ആളാ. ഭയങ്കര നിങ്ങൾക്കറിയാവോ, കർത്താവ് ആരെങ്കിലും വഴക്കിടുന്നുണ്ടെങ്കിൽ ഓർക്കുക അയാൾ നോട്ടപ്പുള്ളിയാണെന്ന്. അതേ ആൾക്കാരൊന്നും കർത്താവ് വഴക്കിട്ടിട്ടില്ല. മാർത്താനെ വഴക്കിട്ടു, പിന്നെ പത്രോസിനെ വഴക്കിട്ടു. ഇവരിലൊക്കെ എന്തോ നിധിയിരിപ്പുണ്ട്. അത് കർത്താവിന് നല്ല ശരിക്കറിയാം. നിധിയിരിക്കുന്നവനെ കർത്താവ് എപ്പോഴും ശാസിച്ചുകൊണ്ടേയിരിക്കും. മാർത്തായോട് എന്താ പറഞ്ഞത്? നീ ആദ്യം വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, മര്യാദക്ക് ചെയ്യാനുള്ള ചെയ്തിരിക്കടെ വന്നിരുന്നാൽ മതി എന്ന് പറയും. മാർത്തായുടെ പ്രശ്നം എന്തായിരുന്നു? കർത്താവേ, ഇപ്പം ലൂക്കാൻ്റെ സുവിശേഷമില്ലേ, വിശുദ്ധ ലൂക്ക 10:38 എന്താ പറയണേ? ബഥനിയിൽ കർത്താവ് വിരുന്ന് വന്നപ്പോൾ മാർത്ത അവനെ പരിചരിച്ചു, മറിയം പദാന്തികത്തിൽ ഇരുന്നു. മാർത്തയ്ക്ക് സങ്കടം വന്നു. പരിചരണ വിഷയത്തിൽ എന്നെ തനിയെ വിട്ടിരിക്കുന്നതിനെക്കുറിച്ച് നിനക്ക് ചിന്തയില്ല, അവളോട് എന്നെ സഹായിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാർത്ത, നീ പല കാര്യങ്ങളെ ഓർത്ത് ചുമ്മാ ഉത്കണ്ഠ കുറയായിരിക്കുന്നു. ആവശ്യമായത് ഒന്നേ ഉള്ളു, അത് അവൾ തിരഞ്ഞെടുത്തു. അതിൻ്റെ പേരിൽ നിന്ന് അവളിൽ നിന്നത് മാറ്റപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നി, മാർത്ത വഴക്ക് കേട്ടല്ലോ, മറിയം ചെയ്തതല്ലേ നല്ലതെന്ന്. ദൈവം എന്ത് പറഞ്ഞു എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. പക്ഷേ പലപ്പോഴും വരുന്ന വിഷയം, നമ്മൾ ഈ സുവിശേഷം അങ്ങോട്ട് വായിച്ച് കഴിയുമ്പോൾ ഒരു വിഷയം ഉണ്ടായപ്പോഴും മാർത്ത എന്ത് നിലപാടെടുത്തെന്ന് യോഹന്നാൻ 11:27 എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 11:20 11:20 എന്താ കാര്യം എന്നറിയാമോ? ലാസർ മരിച്ച ദിവസമില്ലേ, ഇവിടെ ആങ്ങളയായിരുന്നല്ലോ, മാർത്തായുടെയും മറിയത്തിൻ്റെയും ആങ്ങളയാണ് ലാസർ. അപ്പനില്ലാത്ത കുടുംബമാണ്. ആങ്ങളെ മരിച്ച അപ്പം മരിച്ച പോലെയായി, ആരും ഇല്ല, അനാഥമായ കുടുംബം. അപ്പം കുടുംബം അനാഥമാകുന്നൊരവസ്ഥ വന്നപ്പോഴേ കർത്താവിനെ അവർ നൊമ്പരത്തോടെ അറിയിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ വലിയ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. മരിച്ച 4-ാം ദിവസം ഈശോ വരുമ്പോൾ ആണ് യോഹന്നാൻ 11:20 പറയണത്. എന്താണ്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ മാർത്ത എഴുന്നേറ്റ് പോയി. അതാണ് സംഭവം. പക്ഷേ അത്രമേ പറഞ്ഞുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ 11:20 യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത എഴുന്നേറ്റ് പോയി. ആരെ കാണാൻ? യേശുവിനെ സ്വീകരിക്കാൻ. പക്ഷെ വേറൊരു വചനമുണ്ട് അവിടെ അതിൻ്റെ കൂടെ. എന്താണ്? മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അതാണ് മറിയത്തിന് പറ്റിയ അബദ്ധം. സങ്കടം സംഭവിച്ചു, പരീക്ഷയെ തോറ്റു, ബാങ്കുകാരൻ ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു, ഡോക്ടർ ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബത്തിന് സങ്കടമായി. അപ്പം ഇപ്പോഴെന്താ? അതിനേക്കാൾ അപ്പുറത്ത് ആങ്ങളെ മരിച്ചിരിക്കുക. അടക്കിയ ദിവസം പോലും ഈശോ വന്നില്ല. ഈശോ വരാൻ താമസിച്ചു. പക്ഷേ എങ്കിലും വന്ന് വൈകിപ്പോയിട്ട് പോലും ഈശോ വന്നെന്നപ്പോൾ കേട്ടപ്പോഴേ മാർത്ത എഴുന്നേറ്റ് പോയി. അടുക്കളക്കാരത്തി എഴുന്നേറ്റ് പോയി. പണ്ട് വചനം കേട്ട കക്ഷി. അതാണ് യോഹന്നാൻ 11:20. അവിടെ തന്നെ ഇരുന്നു. പക്ഷെ അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഭയങ്കര കുഴപ്പമായിപ്പോയി. എന്താ കാര്യം? പിന്നീട് ഈശോ സംസാരിക്കണതെല്ലാം ആരോടാ? മാർത്തായോടാണ്. മാർത്ത ഈ സങ്കടകരമായ അവസ്ഥയിലും വിശ്വാസം പ്രഖ്യാപിക്കണ കേൾക്കാം. എന്താ പറയണത്? കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. എങ്കിലും അങ്ങ് ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം തരുമെന്ന് എനിക്ക് അറിയാം, അല്ലേ എന്നല്ലേ പറയണേ? അപ്പോൾ ഉടനെ അവളോട് ഈശോ എന്നെ സംസാരിക്കും. ഞാൻ ചോദിക്കണേ എന്താ?
ദൈവത്തോട്? നിൻ്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണെന്ന്. അങ്ങനെ മാർത്ത പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അങ്ങ് ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം തരുമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈശോയാണ് അത് വിഭജിച്ച് പറയണത്. എന്താണ്? ഞാൻ ദൈവത്തോട് ചോദിക്കണത് എന്താ? നിൻ്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തന്നെയാണ്. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയും. അപ്പോൾ ഉടനെ മാർത്ത പറയും, എനിക്കറിയാം അന്തിമ നാളിൽ 11:24 യോഹന്നാൻ്റെ സുവിശേഷം, അന്തിമ നാളിൽ എന്ന് പറഞ്ഞ് പുനരുത്ഥാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പം മാർത്ത ഈശോയുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ പുനരുത്ഥാനവും 11:25 ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. നീ അത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ മാർത്ത പറയും, യോഹന്നാൻ 11:27 മാർത്ത എന്നാ പറയണത്? ഉപകർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരാനിരുന്ന ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടി ഇത്? ഇതൊക്കെ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയത്തോട് സംസാരിക്കുന്നില്ലായിരുന്ന ആള്. അതെല്ലാം കേട്ട് പഠിച്ചതാ. അതാണ് മാർത്ത. അടുക്കളയിൽ ഭയങ്കര തിരക്കായിരുന്നല്ലോ അല്ലേ? അപ്പോൾ മറിയത്തോട് ഈശോ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ചെവി അടുക്കളയിലും കൊടുത്ത് ഒരു ചെവി വചനത്തിലും കൊടുത്ത് പഠിച്ചെടുത്തതാ. മാർത്ത ഒരു ഭയങ്കര മോഡലാ. 2 ചെവിയും വചനത്തിന് കൊടുത്തില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. ജീവിതത്തെ നിഷേധിച്ചിട്ട് മൊത്തം ചെവിയും വചനത്തിന് കൊടുത്തിട്ട് വചനവും വായിച്ചുകൊണ്ടിരിക്കും, ഉത്തരവാദിത്വം ഒന്നും ചെയ്യത്തുമില്ല. ചില ആൾക്കാർ എങ്ങനെ 2 ചെവിയിൽ ജീവിതത്തിന് കൊടുത്തിട്ട് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് 2 തരം മനുഷ്യർ നമ്മൾ കാണുന്നത്. മാർത്ത നമ്മളെന്താ പറയണത്? നീ നിൻ്റെ കർത്തവ്യത്തെ മുഴുകുമ്പോഴും ഒരു ചെവി അതിനും ഒരു ചെവി കർത്താവിനും കൊടുക്കും, ഇല്ലേ? അതാണ് മിഡിൽ. ജീവിതത്തിൻ്റെ ഒരു പക്വതയാർന്ന ഒരു വീക്ഷണമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹം ഉണ്ടാകണം. പ്രാക്ടിക്കൽ ലവ്. ഈ മാർത്തായ ആ ടൈപ്പാ. പ്രാക്ടിക്കൽ ലവ്. ആശയപരമായ സ്നേഹം ഉണ്ടാകാം, ആത്മബന്ധമുണ്ടാകാം, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്കൊരു വ്യക്തിയോട് സ്നേഹമുണ്ടാകാം, അപ്പനോട് സ്നേഹമുണ്ടാകാം, അമ്മയോട് സ്നേഹമുണ്ടാകാം, പക്ഷേ അവരോട് ചിലപ്പോൾ കരുതൽ കാണത്തില്ല. അപ്പനോട് സ്നേഹമുണ്ടാകാം, അമ്മയോട് സ്നേഹമുണ്ടാകാം. അമ്മ പള്ളിയിൽ നിന്ന് വരുമ്പോൾ പരവേശമായിട്ട് വരികയാണ് നാട്ടുഭാഷയിൽ പറഞ്ഞാൽ. അപ്പം അമ്മയ്ക്കൊരു ഗ്ലാസ് കാപ്പി എടുത്ത് വരുമ്പോൾ തന്നെ കൊടുക്കണമെന്നുള്ളത് കരുതലാ, ഇല്ലേ? അല്ലെങ്കിൽ അമ്മ പോരട്ടെ, എനിക്ക് ചായ ഇട്ട് തരട്ടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും അമ്മ എവിടെ പോയി കിടക്കണത്? പള്ളിയിൽ പോയാൽ കുർബാന തരാൻ സമയമായില്ല, എനിക്ക് ചായ കിട്ടേണ്ട സമയം കഴിഞ്ഞില്ല. നമ്മൾ സ്വന്തം കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും, സ്വന്തം കാര്യം. ചിലരെന്താണ്, അമ്മ വളരെ വിഷമിച്ച് വരികയായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും 2 സബ്ജക്റ്റാണ്. ലവ് ആൻഡ് കൺസേൺ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ലവ് ആൻഡ് കൺസേൺ. ആശയപരമായിട്ട് സ്നേഹിക്കാം, പക്ഷെ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഗണനയാണ്. ബൈബിളിലെ സ്നേഹം പരിഗണിക്കുന്ന സ്നേഹമാണ്. പരിഗണിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃകയാണ് മാർത്ത. കർത്താവിനും വയറുണ്ടെന്നും വിശക്കുമെന്നും നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ആളിന് വചനം വേണം, അതേസമയം തന്നെ കർത്താവിന് ഭയങ്കര ബാലൻസ്ഡ് ലവാണ്. അതും ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പത്രോസിൻ്റെ റാങ്കാണ് പലപ്പോഴും മാർത്തായിക്കുള്ളത്. ദൈവമായിട്ട് ജീവിക്കാൻ ഭയങ്കര രസമാണ് മക്കളെ, പക്ഷെ കളി അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഡൈനാമിസം അറിയണം. ദൈവത്തോട് എങ്ങനെ മാർത്ത നമുക്ക് നല്ലൊരു മോഡലാണ്. എന്താ ഇങ്ങനെ ചില സമയത്ത് പെട്ടെന്ന് ചില സമയത്ത് മാർത്ത ഇങ്ങനെ സെൻറ്റ് പീറ്ററിനോളം വളരണ കാണാം. നമുക്കൊരു മോഡലാണ് ബൈബിളിലെ. ഈ ദൈവത്തെ വളരണ എങ്ങനെയാണെന്നറിയാവോ? യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത്
ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈശോയുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആൾക്കാരുടെ ആധ്യാത്മിക നിലവാരങ്ങളാണ് നമുക്ക് മാതൃകയാകണത്. അതിലൊന്നാമത്തെ ആളാണ് അമ്മ. പിന്നെ വരുമ്പോൾ പല ആൾക്കാരുണ്ട്. അതിലൊരാളാണ് സെൻറ്റ് പീറ്റർ. പക്ഷേ ലേഡീസിൽ വരുന്നത് ആരാ? മാർത്തയാണ് വരുന്നത്. പക്ഷെ മാർത്തനൊക്കെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. ശരിക്കും വലിയ നിധികളെ ദൈവം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? നിധി കണ്ടെത്തി കഴിഞ്ഞാൽ നീ അതിനെ മൂടി വെക്കുമെന്ന്. സെൻറ്റ് പീറ്റർ മൂടി വെക്കപ്പെട്ടൊരു നിധിയാണ്. വിശുദ്ധ പത്രോസ് മൂടി വെക്കപ്പെട്ടൊരു നിധിയാണ്. തള്ളിപ്പറഞ്ഞ് ആരാണെന്ന് ഇപ്പോഴും ചോദിച്ചാൽ എല്ലാവരോടും പറയും പത്രോസാണെന്ന്. കർത്താവ് പറയും ഞാനാണ് അവനെ തള്ളിപ്പറഞ്ഞത് എന്ന് പറയും. എന്താ കാര്യം? നാട്ടുകാരുടെ മുമ്പിൽ കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി വെട്ടിയിട്ടും വാളൊഴിയിടാൻ പറഞ്ഞിട്ടും നിരായുധനായിട്ടും പിന്നെയും കൂടെ പോയില്ലേ, പുറകെ വന്നില്ലേ? പത്രോസല്ലാതെ ആരങ്ങനെ വരും? അവനാണ് വഴക്ക് കേട്ടത്, അവൻ നിധിയാണ്. പക്ഷെ ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. സമയമായപ്പോൾ അവനെ തന്നെയാണ് അധികാരിയാക്കിയത്. ദൈവമെല്ലാം കാണുന്നുണ്ടെന്ന കാര്യം ദൈവം എന്ത് പറയുന്നു എൻ്റെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ കാഴ്ച. കൈയിടിച്ച് കർത്താണ്. ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ഇതാര് പറഞ്ഞതാണ്? ശരിക്കും സെൻറ്റ് പീറ്റർ പറഞ്ഞതാണ് അല്ലേ? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് യോഹന്നാൻ മത്തായി 16:16 ചോദിക്കുമ്പോൾ യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, നീ ക്രിസ്തുവാണ്, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണെന്ന് പറയുന്നത് ആരാണ്? പത്രോസാണ് അല്ലേ? അപ്പം അന്ന് പത്രോസിനോട് കർത്താവ് പറയുമേ, സിമിയോൻ ബാർജോന, ഇറ്റ് ഈസ് നോട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് യുവർ ഫാദർ റിവീൽസ് യു. നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് മാംസവും രക്തവുമല്ല, മനുഷ്യൻ്റെ കഴിവല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. യേശു ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുന്നത് ആരാണ്? പിതാവായ ദൈവമായിരിക്കും. യേശു ക്രിസ്തുവാണെന്ന് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത് പിതാവായ ദൈവമാണെന്നുണ്ടെങ്കിൽ ഈ മാർത്തായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ആരായിരിക്കും? പിതാവായ ദൈവം തന്നെയായിരിക്കും. പിതാവായ ദൈവവും മാർത്തായുമായിട്ട് എങ്ങനെ ഈ ബന്ധം വന്നത്? സ്നേഹിച്ച് ബന്ധപ്പെട്ടതാ. എന്താ കാര്യം? കർത്താവ് പറഞ്ഞിട്ടില്ലേ, എന്നെ സ്നേഹിക്കണവനെ ഞാൻ എന്നെ തന്നെ, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും, എന്നെ തന്നെ ഞാനവന് വെളിപ്പെടുത്തും. യോഹന്നാൻ 14:21. അപ്പോൾ എപ്പോഴാണ് വെളിപാടുണ്ടാകണത്? ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്, വാക്കിലും പ്രവൃത്തിയിലും. വാക്കിൽ സ്നേഹിക്കുന്ന ആളാണ് മറിയം, വാക്കിലും പ്രവൃത്തിയിലും സ്നേഹിക്കുന്ന ആളാണ് മാർത്ത. അതുകൊണ്ട് പിതാവായ ദൈവം യേശു ക്രിസ്തുവാണെന്ന്, അതേ കർത്താവ്, ഉവ്വ കർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? സെൻറ്റ് പീറ്ററിനെ പോലെ പറഞ്ഞത് ആരാണ്? മാർത്തായാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ജീവിതത്തിൽ മാർത്തായെ പോലെ, ജീവിതത്തിൽ മാർത്തായെ പോലെ വാക്കിലും പ്രവൃത്തിയിലും അങ്ങേ സ്നേഹിച്ച് സുവിശേഷ സാക്ഷിയായി വചന വെളിപാടിന്റെ അഭിഷേകം പ്രാപിക്കാൻ അഭിഷേകം ചെയ്യണമേ. അതിശക്തമായ രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്കും എതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ആമുഖത്തിൽ തന്നെ ആത്മാവ് വെളിപ്പെടുത്തി തന്നിരുന്നു. ഇപ്പോൾ നമ്മൾ വചനവും കിട്ടി. നിങ്ങൾ യൂട്യൂബിൽ ചെന്നതിന് ശേഷം രാത്രി വചനം വീണ്ടും കേൾക്കണം കേട്ടോ, നിങ്ങളെ അത് സഹായിക്കും. മാർത്ത ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ അത് കേൾക്കുമ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം, കർത്താവേ, വാക്കിലും പ്രവൃത്തിയിലും ഈ ജീവിതത്തിൽ ഒരു ചെവി അങ്ങേക്കും, ഒരു ചെവി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം കൊടുത്ത് മാർത്തായെപ്പോലെ വാക്കിലും പ്രവൃത്തിയിലും നിന്നെ സ്നേഹിച്ച് നിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, നിൻ്റെ വെളിപാട് കൈക്കൊള്ളുവാൻ, പത്രോസിനോളം ഈശോയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വലിയ നിധികളെ കർത്താവ് മൂടിവെക്കുമെന്ന് പറയും. ദൈവം നിന്നെ നിധിയായി കണ്ടു കഴിഞ്ഞാൽ നീ ദൈവിക ശാസ്ത്രം മേടിക്കാൻ തയ്യാറാകണം.
കാര്യമില്ലാതെ ദൈവം ശാസിക്കും. എന്നെയും ശാസിച്ചിട്ടുണ്ട് കുറേ. ഞാൻ ചെയ്യാത്ത തെറ്റിനൊക്കെ കുറേ ശാസനം മേടിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്കതൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു അപ്പോഴൊക്കെ. ഇപ്പോഴൊക്കെ മനസ്സിലാവൂ. അതുപോലെ നീ ശാസനം മേടിക്കും ദൈവത്തിൽ നിന്ന് ചെയ്യാത്ത കുറ്റത്തിന്. നിനക്ക് നീതിയായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം തരേണ്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ തരാണ്ടിരിക്കിട്ട് നിന്നെ വലിക്കും. അപ്പോൾ ഓർക്കണം, ദൈവവേദയിലെ എന്നെ നിധിയായി ദൈവം കണ്ടു, മർത്തായോളം എന്നെ ഉയർത്തി, പത്രോസിനോളം എന്നെ തിരിച്ചറിഞ്ഞു, കർത്താവിനെ മൂടി വെച്ചെന്ന്. നിറച്ച വസ്തുക്കളെടുക്കാം. ഇപ്പോൾ അറിയിപ്പാണ് മക്കളെ. ചെറിയൊരു തിരുത്തണ്ടേ, തിരുത്തല്ല. നമ്മൾ കുറേ ഗവൺമെൻറ് ഓഫീസർമാർക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര കാര്യം. നമ്മൾ ഞായറാഴ്ച പ്രാർത്ഥനയില്ലല്ലോ ഇപ്പോൾ. അത് വലിയൊരു വിഷയമായിട്ട് പലരും പറഞ്ഞു. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു, എങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോഴേ അടുത്ത മാസം മുതൽ ഞായറാഴ്ച പ്രാർത്ഥന നമുക്ക് ഉടമ്പടി നടക്കും, പക്ഷേ ഉടമ്പടി ധ്യാനമില്ല. ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയും മറ്റ് ജോലിക്കാർക്ക് വേണ്ടിയും കമ്പനി ലീവ് കിട്ടാത്തവർക്ക് ആൾക്കാർക്ക് വേണ്ടിയും ഇനി ഉടമ്പടി ധ്യാനം സെക്കൻഡ് സാറ്റർഡേ കൂടി നമ്മൾ ഉടമ്പടി ധ്യാനമാക്കുകയാണ്. സെക്കൻഡ് സാറ്റർഡേ കൂടി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. സെക്കൻഡ് സാറ്റർഡേ എല്ലാവർക്കും തന്നെ. ഞായറാഴ്ച അപ്പോൾ നമുക്ക് ഞായറാഴ്ച ഇവിടെ ഉടമ്പടി നടക്കും. ഫ്രഷായിട്ട് ഉടമ്പടി ചെയ്യാത്ത ആൾക്കാർക്ക് ഉടമ്പടി ചെയ്യാം. അവരെന്നെ ഉടമ്പടി പുതുക്കാനുള്ളവർക്കും ചെയ്യാൻ പറ്റും. ഞായറാഴ്ച 11 മണിക്ക് തുടങ്ങാൻ പറ്റും. പക്ഷെ ഉടമ്പടി ധ്യാനമില്ല, ഞായറാഴ്ചയില്ല. പക്ഷെ സെക്കൻഡ് സാറ്റർഡേ ഇനി മുതൽ ഉദ്യോഗസ്ഥന്മാർക്കും ജോലിക്കാർക്കും വേണ്ടി സെക്കൻഡ് സാറ്റർഡേ ഉടമ്പടി ധ്യാനമാണ്. അപ്പോൾ കുട്ടികളുടെ ധ്യാനം നമ്മൾ 1-ാം ശനിയാഴ്ചയ്ക്ക് മാറ്റും ചിലപ്പോഴേ. അത് അടുത്ത പദ്ധതിയിൽ അറിയിക്കും. കുട്ടികളുടെ ധ്യാനമുണ്ടല്ലോ സെക്കൻഡ് സാറ്റർഡേ. അപ്പോൾ രണ്ടും കൊണ്ട് കുഴക്കാൻ പറ്റത്തില്ല. കുട്ടികളോട് നീതി കാണിക്കാൻ പറ്റത്തില്ല. ലീവ് എടുത്ത് വരുന്ന ഉദ്യോഗസ്ഥന്മാരോടും മറ്റുള്ളവരോടും നീതി കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ ധ്യാനം നമ്മൾ ഷേക്ക് ചെയ്ത് 1-ാം ശനിയാഴ്ചയ്ക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2-ാം ശനിയാഴ്ച അടുത്ത മാസം മുതൽ സെക്കൻഡ് സാറ്റർഡേ ഉടമ്പടി ഇതുപോലെ ഉപവാസ ആരാധനയും ധ്യാനവും ആയിരിക്കും. അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഉടമ്പടി ധ്യാനമില്ല, അറിയാമല്ലോ. 5-ാമത്തെ തിങ്കളും ചൊവ്വായുമാണ് ഈ മാസം. 5 തിങ്കൾ 5-ാമത്തെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൂടിയുണ്ട് ഈ മാസം. അപ്പം നമുക്ക് ഉടമ്പടി ഇതുപോലെ ഉടമ്പടി ആരും തെറ്റിയൊന്നും വരരുത്. കാര്യം നാളെ കൊണ്ട് ഈ മാസത്തെ ഉടമ്പടി ധ്യാനം തീരുകയാണ്. നാളെ ചൊവ്വാഴ്ചയാണ് ഈ മാസത്തെ ലാസ്റ്റ് ധ്യാനമാണ്. ഉടമ്പടി ഉപവാസ ആരാധനയാണ്. അടുത്ത തിങ്കളും ചൊവ്വായും ഉടമ്പടി നടക്കും. ഉടമ്പടി എടുക്കാൻ പറ്റാത്തവർക്ക് പുതുതായിട്ട് ഉടമ്പടി എടുക്കേണ്ടവർക്ക് എടുക്കാം, പുതുക്കേണ്ടവർക്ക് പുതുക്കാം. അത് കുഴപ്പമില്ല. പക്ഷേ ആരാധനയും ഉപവാസ ധ്യാനവും ഉണ്ടാകുന്നത്. അപ്പം നാളെ കൊണ്ട് തീരുകയാണ്. തെറ്റ് ആൾക്കാരറിയാൻ വേണ്ടി ഇപ്പോഴേ അച്ഛൻ അറിയിക്കുകയാണ്. അപ്പോൾ 2 അറിയിപ്പായിട്ടുണ്ട്. ബാക്കിയുള്ള അറിയിപ്പുകൾ ബ്രദേഴ്സ് നൽകുന്നതായിരിക്കും. ഒരു ധ്യാനമാണ് നമ്മൾ ഇവിടെ വന്ന് കൂടേണ്ടത്. നിങ്ങൾ ഒരു മാസം ഒരു ധ്യാനം മാത്രം. ബാക്കിയെല്ലാം ഷാരോൺ ടി വിയിലും യൂട്യൂബിലുമാണ് നിങ്ങൾ കൂടേണ്ടത്. പത്രങ്ങൾ പ്രാർത്ഥിച്ചാണ് കൊടുക്കേണ്ടത്. അത് ഹോം മിഷനാണ്. നിങ്ങളുടെ വീടുകളിൽ നമുക്ക് പത്രം പ്രാർത്ഥിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാവുന്നതാണ്.
ചില ആൾക്കാർ തൈക്കാട്ടുശ്ശേരിയിൽ വരുന്നുണ്ട്. അവിടെ ഇനി എങ്ങനെ വന്നാലും മിനിറ്റൊക്കെയാണ് കിട്ടണം. ഇത്രയും കഷ്ടപ്പെട്ട് കാറിനൊക്കെ വന്നിട്ട് മിനിറ്റ് കിട്ടിയിട്ട് എന്നാ കാണിക്കാനാണ്? നിങ്ങൾ മാക്സിമം ഇവിടം കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. ഇപ്പോൾ എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ ഉടമ്പടി 4 പുതുക്കിയവർ, 3 പുതുക്കിയവർ, 2 പുതുക്കിയവർ, 1 പുതുക്കിയവരൊക്കെ നമ്മൾ അച്ഛൻ വിളിച്ച് അത്യാവശ്യക്കാരെ കാണുന്നുണ്ട് ഇവിടെ. പകരം തൈക്കാട്ടുശ്ശേരി വരണ്ട. കാരണം ഏത് സമയത്തും അവിടുന്ന് അച്ഛൻ പ്രോഗ്രാം എടുത്ത് പോകും. അപ്പം നിങ്ങൾ അവിടെയുള്ള ആൾക്കാർ ഒന്നും കോൺടാക്റ്റ് ചെയ്യരുത്. അവർക്കൊന്നും ചാർജ് ഇല്ലാത്തവരാ. അവിടെയുള്ളൊരു ഇടവക പ്രവർത്തകരില്ല. അവർ കൃപാസനോട് എന്നാ ബന്ധം? അവർക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ ആവശ്യമില്ലാതെ ഒന്ന് അവരെ വിളിച്ച് അച്ഛനുണ്ടാകുക, അച്ഛനില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ അച്ഛൻ ആ സമയത്തൊക്കെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യണത് അവർക്കറിയാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർക്ക് അങ്ങനെ മണ്ടപ്പത്തരം പറയുന്നുണ്ട്. കാറും പിടിച്ച് വന്നിട്ട് വെറുതെ തിരിച്ചു പോകുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. കൃപാസനത്തിലുള്ള ആ രൂപയിൽ കൃപാസനത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സമാപന ആശീർവാദമാണ്. നേർച്ച പുസ്തകം എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ 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 എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ 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 കർത്താവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,